എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് കരിയർ സംബന്ധമായ തീരുമാനം അഥവാ കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിന് ശേഷം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അവന് 3 ഓപ്ഷൻസുകളാണ് വരുന്നത്. പ്ലസ് വണ്ണിന് സയൻസ് സ്ട്രീം എടുക്കണം, കൊമേഴ്സ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം. ഇതിലേതാണ് ഏറ്റവും മികച്ച കോഴ്സ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിനുള്ള ഉത്തരം ഇതാണ്: ഏറ്റവും മികച്ച കോഴ്സ്, ഈ 3 കോഴ്സുകൾ മികച്ച കോഴ്സുകളാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവൻ്റെ ഭാവി സംബന്ധമായ കാര്യമാണ്. കരിയർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസൃതമായിട്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ജോലിയായാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ജോലിയിൽ നിന്ന് അതൊരു കരിയറിലേക്ക് വികസിക്കും. ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും 2 സംഗതികളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കരിയർ പ്ലാനിങ് പ്രോസസ്സ് എന്താണ്, അതിലെ 3 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പറയുന്നു. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരു കൊമേഴ്സ് ടീച്ചർ എന്ന നിലക്ക് ഞാൻ കൊമേഴ്സിൻ്റെ സാധ്യതകളും കൊമേഴ്സ് സ്ട്രീമിനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്ന സ്റ്റെപ്പ്, പൊതുവായിട്ടുള്ള ജനറലായിട്ട് എല്ലാ സ്ട്രീമുകളും എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് അവർക്ക് പോകാവുന്ന ഒരു 3 സ്റ്റെപ്പുകളാണ് അതിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കരിയർ പ്ലാനിങ് പ്രോസസ്സിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അതേസമയത്ത് വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാനും കൂടി സഹായകമായിട്ടുള്ള എക്സ്പേർട്ടുകൾ സജസ്റ്റ് ചെയ്ത ഒരു 3 സ്റ്റെപ്സ് മെത്തേഡാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ 3 സ്റ്റെപ്സ് മെത്തേഡിൽ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ കരിയർ പ്ലാനിങ് പ്രോസസ്സ് നടക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ നിന്ന് 1-2 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്ന, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. അതിൽ സ്റ്റെപ്പ് നമ്പർ 1 ആയിട്ട് പറയുന്നത് അസസ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അസസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ അറിയുക എന്നുള്ളതാണ്. ഈ നമ്മളെ അറിയുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 4 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളുടെ എബിലിറ്റിയാണ്. ഫസ്റ്റ് വൺ, അസസ് യുവർ സെൽഫിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ എബിലിറ്റി എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് എൻജിനീയറിങ് ഭയങ്കര ഇഷ്ടമാണ്, എൻജിനീയർ ആവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ആഗ്രഹം എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അടുത്ത ഘടകം അതാണ്. ഈ ആഗ്രഹത്തിൻ്റെ മുകളിൽ പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം 9നും 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാത്സ് പഠിക്കാനുള്ള എബിലിറ്റി ഇല്ല. അവൻ മോശക്കാരനായതുകൊണ്ടല്ല, അതല്ല അവൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അസസ് യുവർ സെൽഫിൽ എബിലിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ തീർച്ചയായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറും ആ രീതിയിലുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുമ്പോൾ മാത്സ് ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതാണ് ഒരു എബിലിറ്റി രീതിയിൽ നമ്മളുടെ എബിലിറ്റി എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻട്രസ്റ്റ് തന്നെയാണ്, നമ്മുടെ താല്പര്യമാണ്. ഇപ്പോൾ വീട്ടുകാരെ നിർബന്ധത്തിന് നമ്മളൊരു ഡോക്ടറായിട്ട് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ജോലിയിലോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ജോലി മാത്രമായിട്ട് മാറും. നമുക്കൊരു പാഷൻ ഉണ്ടാവില്ല, നമുക്ക് കരിയർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പാഷനെയാണ് നമ്മൾ പ്രൊഫഷനേക്കാളും നമ്മുടെ പാഷനെ നമ്മൾ പ്രൊഫഷനാക്കി മാറ്റണമെന്നാണ് പറയാനുള്ളത്. ക്ലിയർ അല്ല? നമ്മുടെ താല്പര്യം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സന്തോഷത്തോടൊപ്പം തന്നെ അതോടൊപ്പം നമുക്ക് സെക്കൻഡറി ആയിട്ട് നമുക്ക് വരുമാന മാർഗങ്ങളും അതിലൊന്ന് ലഭിക്കുന്ന ഒരു ജോലിയാവുമ്പോഴാണ് അത് കരിയറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം തീർച്ചയായിട്ടും സെക്കൻഡ് എലിമെൻറ്റ് നമ്മുടെ അസസ് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്, ആറ്റിറ്റ്യൂഡ് അല്ല, ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പുതിയ ട്രേഡ്, ഒരു ജോലി പഠിക്കാനുള്ള ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ലേൺ ന്യൂ സ്കിൽസ് ആണ്. പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാനുള്ള ഒരാളുടെ എബിലിറ്റിയാണ്. ഇപ്പോൾ മെക്കാനിക്കലായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള അത് പഠിച്ചെടുക്കാൻ ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവന് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നൊക്കെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഈ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് തന്നെ 8 തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള 8 തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകളുണ്ട്. ഞാനത് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമാണ്
ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കണം, ഫസ്റ്റ് എബിലിറ്റി നോക്കണം, ഇൻട്രസ്റ്റ് നോക്കണം, ആപ്റ്റിറ്റ്യൂഡ് നോക്കണം. ലാസ്റ്റ് വൺ, അതായത് ഫോർത്ത് വൺ, ഞാനിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഘടകങ്ങൾ മാത്രമാണ് പറയുന്നത്. പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ വ്യക്തിത്വം എന്താണ്? പേഴ്സണാലിറ്റിയിലെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന വീട്, നാട്, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണ്, ഈ രീതിയിലുള്ള സംഗതികളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് പേഴ്സണാലിറ്റി അത് വലിയൊരു ഏരിയ തന്നെയാണ്. പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരുപാട് തിയറികളുണ്ട്. ഇപ്പോൾ ഒരു വളരെ ബേസിക് ആയിട്ട് ഒരു പേഴ്സണാലിറ്റി ടൈപ്പിൽ എപ്പോഴും പറയുന്ന ഒന്നാണ് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്നും എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്നും പറയും. ഇപ്പോൾ ഒരു സയന്റിസ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഈ രീതിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി മതി എന്ന് പറയല്ല, അത്തരത്തിലുള്ള അവർ ഇന്നർ തിങ്കിങ്ങിൻ്റെ ആളുകളായിരിക്കും. വളരെ ചിന്തിച്ച് സ്വയം ചിന്തിക്കുന്ന ഗഹനമായ ചിന്തകളുള്ള ആളുകളായിരിക്കും. അപ്പം അത്തരം ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി സ്യൂട്ടാണ് ആ ജോലികൾക്കൊക്കെ. അതേ സമയത്ത് ഒരു മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് വരുമ്പോൾ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ, MSWയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്ട്രോവേർട്ടും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ 2 തരത്തിലുള്ള പേഴ്സണാലിറ്റിയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ജോലിയുണ്ട്. അപ്പോൾ ഈ ഒരു ഘടകം നമ്മളിതിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ. നമ്മുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേജാണ്, കൂടുതൽ സമയം എടുക്കേണ്ട സ്റ്റേജാണ്. ഫസ്റ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്, അസസ് യുവർ സെൽഫ് എന്നുള്ള. നമ്മൾ നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇതിന് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ടൂളുകൾ തന്നെ നെറ്റിൽ അവൈലബിൾ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. 8 തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അതിന് പറയാറുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ, ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ടൂളാണ് സോട്ട് എന്ന് പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ്. അപ്പോൾ ഈ സോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് അസസ്മെന്റ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു പേപ്പറിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് എഴുതുന്നു. ഫസ്റ്റ് സോട്ടിലെ സ്ട്രെങ്ത്തിനെയാണ്. അപ്പം എനിക്ക് മാത്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് ആയിട്ട് എഴുതാം. വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ എഴുതാൻ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ ഉള്ള കഴിവുകൾ കുറവാണ് എന്നുള്ള, ഡ്രോയിങ് കുറവാണ് എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങളുടെ വീക്ക്നെസ് കോളത്തിലായിരിക്കും വരുന്നത്. ഓരോ ആളുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. ഇപ്പൊ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇത് രണ്ടും നമ്മുടെ ഒരു ഇന്നറിൽ സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസ് ആണ്. അത് കഴിഞ്ഞ് ഇതിന് ഓപ്പർച്യൂണിറ്റീസ്. മാത്സ് വളരെ സ്ട്രോങ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് എൻവയോൺമെന്റ് എന്താണ്, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിനും അനുസരിച്ച് നമുക്ക് പുറത്ത് കിട്ടുന്ന കരിയറാണ്. ഇപ്പൊ കരിയറിന്റെ കാര്യം പറയുമ്പോൾ ഈ കരിയർ സാധ്യതകളാണ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നത്, കരിയർ വെല്ലുവിളികളാണ് ത്രെട്ടായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ മാത്സ് സ്ട്രോങ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, സാധ്യതയാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഡിസൈനിങ്, ഇപ്പോൾ പുതിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഡിസൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിസൈനർ എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതൊരു പക്ഷെ ത്രെട്ടായിട്ട് വരും. ആ രീതിയിൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. ഈ അബ്സ്ട്രാക്ട് തിങ്കിങ് ഉള്ള, മാത്തമെറ്റിക്കൽ ലോജിക്കൽ റീസണിങ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വലിയൊരു സാധ്യത നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം ഇത്രയാണ് നമ്മുടെ ഞാൻ പറയുന്ന സോട്ട് പറഞ്ഞു വരുന്നതാണ്. സോട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൂള് നമുക്ക് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങളെ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള ടൂളുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സോട്ട് നമുക്ക് ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് നമ്മളെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടൊക്കെ എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, എക്സ്പ്ലോർ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ ദ കരിയർ ഓപ്ഷൻസ് എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സ്റ്റേജാണ്. എക്സ്പ്ലോർ ദ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജോബ് ഇൻഡസ്ട്രീസിലൊക്കെ വലിയ മാറ്റങ്ങളാണ്, റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന ബിസിനസ് വേൾഡിലും അതുപോലെ ജോബ് മാർക്കറ്റിലൊക്കെ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്റ്റേജ് നിങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം. സത്യത്തിൽ ഇത് ഓരോ സ്ട്രീമിലും വേറെ വേറെ ചെയ്യേണ്ടതുണ്ട്. കൊമേഴ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി എന്താണ്, സയൻസിൽ തന്നെ
ബയോസയൻസിൻ്റെ പ്രത്യേകിച്ച് പാരാമെഡിക്കൽസിലും മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകുന്ന സാധ്യതയെക്കുറിച്ച് നമ്മൾ ഒരു സെഷൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിൽ ഉണ്ടാകുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്, അതിലുള്ള കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പ്രത്യേകം, അങ്ങനെ ഓരോ സ്ട്രീമിലും നമ്മൾ പ്രത്യേകം അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം +2 ഈ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബയോളജി സയൻസിന് പോകുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബയോ സയൻസ് ആണ് എടുക്കേണ്ടത്. അതേസമയത്ത് എഞ്ചിനീയറിംഗ് ആണെന്നുള്ള ഈ കരിയർ ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അക്കൗണ്ടിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ കോമേഴ്സ് ആണ്. ആർട്സ് സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള MSW പോലെയുള്ള അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളാണ്. അതിലൊരുപാട് ഓരോന്നിനും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. അത് ആ ഒരു സെഷനിൽ ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊമേഴ്സിൻ്റെ സാധ്യതകൾ മാത്രം, അതും വളരെ കുറഞ്ഞ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറഞ്ഞ മെത്തേഡുകൾ മാത്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ ലെങ്തി ആയിട്ട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സാധ്യതകൾ കിട്ടുമെന്നുള്ളതാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് സെറ്റ് യുവർ കരിയർ ഗോൾ എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഗോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. കുറച്ചുകൂടി നിങ്ങൾക്ക് സയൻസ് സ്ട്രീമിലാണോ മൂവ് ചെയ്യേണ്ടത്, കൊമേഴ്സിലാണോ അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലാണോ എന്ന് സെറ്റ് ചെയ്താൽ മതി. സയൻസിലാണെങ്കിൽ തന്നെ ബയോ ആണോ വേണ്ടത്, കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്ന് ആ രീതിയിലുള്ള ഒരു തീരുമാനമാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 10 കഴിഞ്ഞിട്ട് ഈ +1 ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, കരിയർ ഗോൾ സെറ്റ് ചെയ്യണം. മീൻസ് +2 കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ചേഞ്ചസ് വരുത്താനുള്ള സാധ്യത ഉണ്ട്. അതേസമയം സ്ട്രീമും തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആളുകൾ പറയാറുള്ളത് സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യണം എന്നാണ്. ഈ സ്മാർട്ട് ഗോൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഞാനിപ്പോൾ എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതിൽ എഞ്ചിനീയറിംഗ് ആവണം, എന്തിലെ എഞ്ചിനീയറിംഗ്, അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണോ, സിവിൽ എഞ്ചിനീയർ ആണോ, ഐ ടി ഫീൽഡിലെ എഞ്ചിനീയറിംഗ് ആണോ, ഏതാണ് നിങ്ങളെന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയണം. മെഷറബിൾ ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ആ രീതിയിൽ സ്മാർട്ടിൻ്റെ എക്സ്പാൻഷനാണ് പറയുന്നത് സ്പെസിഫിക് ആണ്, കൃത്യമായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം എന്നുള്ള ഒരു ഇതാണ്. എത്ര സമയം കൊണ്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുള്ള ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യണമെന്നാണ്. അപ്പം ഇതാണ് പൊതുവിൽ ഒരു ജനറൽ കരിയർ ഗൈഡൻസ്, കരിയർ പ്ലാനിങ്ങിൻ്റെ ഒരു 3 സ്റ്റെപ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് 10ാം ക്ലാസ് വരെ അത്ര പരിചയമില്ലാത്ത ഒരു കോഴ്സ് കൂടിയാണ് കൊമേഴ്സ്. ഈ കൊമേഴ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. കൊമേഴ്സിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൊമേഴ്സിന് വൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. മറ്റ് സ്കീമുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കൊമേഴ്സിന് ഒരുപാട് സാധ്യതകളാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് എന്ന് പറയാം. പ്രത്യേകിച്ച് അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്, ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി വരുന്നത്. സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ജോലി സാധ്യത വരുന്നത്. അതേസമയത്ത് ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ പോലും അവിടെ അക്കൗണ്ടൻസിനും മാനേജേഴ്സിനും ജോബ് സാധ്യത ഉണ്ട്. അത് കൺസ്ട്രക്ഷൻ ഫീൽഡാണെങ്കിലും ഇനി മെഡിക്കൽ ഫീൽഡിലുള്ള ഹോസ്പിറ്റൽസുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും, അത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആവട്ടെ, ബിസിനസ് ഓർഗനൈസേഷൻസ് ആവട്ടെ, എല്ലായിടത്തും അക്കൗണ്ടൻസിനും അതുപോലെ മാനേജേഴ്സിനും ജോലി സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൊമേഴ്സിന് മറ്റ് സ്കീമുകളേക്കാൾ കൂടുതൽ, മറ്റ് സ്ട്രീമിനേക്കാൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൊമേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകളാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആവശ്യപ്പെടുന്ന, ലോജിക്കൽ തിങ്കിങ് ആവശ്യപ്പെടുന്ന അക്കൗണ്ടൻസി പോലെയുള്ള, ഇക്കണോമിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ അതിലുണ്ട്. അതേസമയത്ത് തന്നെ സയൻസിനെ പോലെ ലോജിക്കൽ റീസണിങ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം കൊമേഴ്സിനുണ്ട്. അതോടൊപ്പം തന്നെ മാനവിക സബ്ജക്റ്റുകൾ ഉള്ളതുപോലെ, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിനെ പോലെ മാനവിക വിഷയങ്ങൾ, സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്വാളിറ്റി കൂടി കൊമേഴ്സ് സബ്ജക്റ്റുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം ഞാൻ പറയട്ടെ, കൊമേഴ്സിന് നിങ്ങൾ +1 +2
പഠിക്കാനുള്ളത് സാധാരണ പഠിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷാണ് ജനറൽ ഫസ്റ്റ് പേപ്പറായിട്ട് വരുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് മറ്റ് എല്ലാ സ്ട്രീമുകളും ഒരേപോലെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു പേപ്പർ ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്ന പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് പേഴ്സൺസ് ഉള്ളത് അല്ലെങ്കിൽ സമൂഹത്തിന് ഓരോ സമയത്തും ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ വാല്യൂസ് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ വരുന്നത് ബിസിനസ് ഫീൽഡിൽ നിന്നാണ്. അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്ന എത്തിക്കൽ ബിസിനസ് എന്താണെന്നും സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്നൊക്കെയുള്ള രീതിയിലുള്ള പഠനമാണ് ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ലോജിക്കലായിട്ടുള്ള അനലിറ്റിക്കൽ സ്കില്ലുകൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അക്കൗണ്ടൻസി എന്ന് പറയുന്ന അധിക കുട്ടികൾക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണ്. അക്കൗണ്ടൻസിയാണ് രണ്ടാമത് പഠിക്കുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പേപ്പർ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റീസുകാരും കൊമേഴ്സുകാർക്കും കോമൺ ആയിട്ട് വരുന്ന ഇക്കണോമിക്സ് പേപ്പറാണ്. നാലാമത്തെ പേപ്പർ ഓപ്ഷണലാണ്. ചിലയിടങ്ങളിൽ അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്, മറ്റ് സ്ഥലങ്ങളിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഈ എല്ലാ സബ്ജക്റ്റുകളും കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 ഓപ്ഷണൽ സബ്ജക്റ്റും വളരെ റെലവൻ്റ് ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും സബ്ജക്റ്റുകൾ ആണ് കൊമേഴ്സ് സ്ട്രീമിൽ പഠിക്കാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് കൊമേഴ്സിലുള്ളത് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫ്രഷ് ബിഗിനിങ് ആണ്. ഫ്രഷ് ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് നോളജിൽ 10ാം ക്ലാസ് വരെ പഠിച്ചതിൻ്റെ കൊമേഴ്സ് സ്ട്രീം പഠിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഒരു പുതിയ തുടക്കം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. +1 ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് 10ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിന് പകരം അതിലെ ബേസിക് കാര്യങ്ങൾ ABCD തൊട്ട് കൊമേഴ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ +1ൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നു എന്നുള്ളതും ഒരു ഫ്രഷ് ബിഗിനിങ് എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജും കൊമേഴ്സിനുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രത്യേകത, ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കൊമേഴ്സ് സ്ട്രീം ആണ് കൊമേഴ്സ് എടുക്കുകയാണെങ്കിലാണ് നല്ലത്. പ്രത്യേകിച്ച് കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട നമുക്കറിയാം, ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ സാലറിയിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാമ്പസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ആണ്. IIM ആണ് ഈവൻ IIT-നേക്കാളും കൂടുതൽ പ്ലേസ്മെൻറ്റ്, ഹൈ സാലറിയിൽ പ്ലേസ്മെൻറ്റ് നടക്കുന്ന സ്ഥാപനങ്ങൾ. അവിടെ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികളെയാണ് കമ്പനികളുടെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ IIM MBA പോലെയുള്ള, അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് CMA, അതേപോലെ CS കമ്പനി സെക്രട്ടറിഷിപ്പ്, ഇത് CAക്ക് തുല്യമായിട്ടുള്ള ഫോറിൻ കോഴ്സുകളുണ്ട്. ACCA പോലെയുള്ള, CFA പോലെയുള്ള മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും മറ്റ് ഈ കോഴ്സുകളെല്ലാം തന്നെ +2 കഴിഞ്ഞ് ഒരു എൻജിനീയറിങ്ങിൻ്റെ ടൈമിനെ പോലെ തന്നെ ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു സമയത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുന്ന കോഴ്സുകളാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം ഹൈ സാലറി, ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രീസ് കൂടിയാണ്. മറ്റൊരു പ്രത്യേകത, ലോക്ക് നിങ്ങൾ LLBക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയാം സുപ്രീം കോടതിയിലൊക്കെ ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം, അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റിംഗ് തന്നെ എത്രയാണ് അവരുടെ ഫീസ് എന്ന് നിങ്ങൾക്കറിയാം. ഈ LLBയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊമേഴ്സാണ്. പ്രത്യേകിച്ച് BComന് ലോ പേപ്പറുകൾ പഠിക്കുന്നുണ്ട്. +2 തന്നെ അക്കൗണ്ടൻസിയിൽ പാർട്ട്ണർഷിപ്പ് ആക്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്, ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലോ എയിം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വക്കീലാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് കോഴ്സ് കൊമേഴ്സായിട്ട് വരുന്നു എന്നുള്ളത് തന്നെ പറയാം. കൊമേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈഫ് ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമായ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോ പേപ്പർ പോലെയുള്ള, കോൺട്രാക്റ്റ് ആക്ട്, ബാങ്കിങ്, ഇൻഷുറൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കുന്നത് നിത്യജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും ജീവിതത്തിൽ അവ ഉപകാരപ്രദമായ സബ്ജക്റ്റുകൾ പഠിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടി നമുക്ക് കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അഭിരുചിക്കനുസരിച്ച്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനും നമ്മുടെ എബിലിറ്റിയും അനുസൃതമായിട്ട് ഒരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ സയൻസിനെ കുറിച്ചും ഹ്യൂമാനിറ്റീസിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് സ്യൂട്ടായിട്ടുള്ള, ഓരോ ആളുകൾക്കും സ്യൂട്ടായിട്ടുള്ള ഒരു ബെസ്റ്റ് കോഴ്സാണ് നമ്മൾ സെലക്ട്
സെലക്ട് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കൊമേഴ്സ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമുക്ക് മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക്സ് ഫോർ വാച്ചിങ്.